പൂർണ്ണമായും ഭൂമിയിൽ ഒട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു കാരണവശാലും ഭൂമിയിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിയില്ല. എഴുന്നേൽക്കാൻ ശ്രമിക്കും തോറും താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. അത് എഴുന്നേൽക്കാൻ ശ്രമിക്കും തോറും നിങ്ങൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. കണ്ണുകൾ മാത്രമേ നിങ്ങൾക്ക് തുറക്കാൻ കഴിയുള്ളൂ. എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് അനക്കാൻ കഴിയില്ല. അതൊക്കെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾ ഭൂമിയിലേക്ക് ഒട്ടിയിരിക്കും. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എഴുന്നേറ്റ് നോക്കുക. പതിയെ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ ഭൂമിയിലേക്ക് വലിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. എഴുന്നേൽക്കാൻ ശ്രമിക്കുക. പതിയെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. എഴുന്നേൽക്കാൻ ശ്രമിക്കുന്തോറും ആരോ വലിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും താഴോട്ട്. പതിയെ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്തോറും ആരോ പിടിച്ച് വലിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. എഴുന്നേറ്റുള്ളൂ ആരതി, എഴുന്നേറ്റുള്ളൂ. ഭൂമിയിൽ പതിഞ്ഞിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. ഒട്ടിയിരിക്കുന്നതായിട്ട്. യു കാൺ ഗെറ്റ് അപ്പ്. എഴുന്നേൽക്കാൻ കഴിയില്ല. ശ്രമിച്ചു നോക്കിക്കോളൂ. എഴുന്നേൽക്കാൻ ശ്രമിക്കുന്തോറും താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. കണ്ണുകൾ മാത്രമേ അനക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ ശരി, ഞാൻ പോയിട്ട് വരാം. അവിടെ കിടന്നോ. പോട്ടെ സൃഷ്ടി. ശ്രദ്ധ. എഴുന്നേക്കാൻ പറ്റുന്നില്ലേ? എന്തു പറ്റി ആരതി? എഴുന്നേക്കാൻ പറ്റുന്നില്ലേ? എഴുന്നേക്കാൻ പറ്റുന്നില്ലടാ. എന്നാ ശരി, ആശം പോവാ. അവിടെ കിടന്നോ. വൈകിട്ട് വന്ന് കളരി ഉറക്കാം. പോയിട്ട് വരാം. എത്ര ശ്രമിച്ചാലും പറ്റത്തില്ല. പടലേ എടുക്കുന്നു. ഞാൻ അന്ന് അക്കുവിനെ ടച്ച് ചെയ്ത് അക്കുവിനെ മാത്രമേ എഴുന്നേക്കാൻ പറ്റത്തില്ല. ഞാൻ ടച്ച് ചെയ്താൽ എൻ്റെ കാലുകൊണ്ട് ടച്ച് ചെയ്ത് എനിക്ക് എഴുന്നേക്കാൻ പറ്റും. എഴുന്നേറ്റു. ഈസിയായിട്ട് എഴുന്നേക്കാൻ പറ്റും. പറ്റുമോ? എഴുന്നേറ്റോടാ. മുട്ട് മടക്കിക്കോ. കാല് മടക്കിക്കോ. ആ മടക്കിക്കോ. അടുത്ത കാലും മടക്കിക്കോ. ആ മുട്ട് നേരെ പൊക്ക്. ആ ഇപ്പോൾ എഴുന്നേക്കാൻ പറ്റുന്നില്ലേ? ആ നിങ്ങൾക്കാർക്കും പറ്റത്തില്ല. ഇവർക്കാർക്കും പറ്റത്തില്ല. എത്ര ശ്രമിച്ചാലും പറ്റത്തില്ല. എന്നെ കൂടെ ഫുഡൊക്കെ ഇവിടെ കൂടെ തരാം. ഇവിടെ കിടന്നോ. വീട്ടിൽ പോണ ഫുഡ് കഴിക്കാം. എന്ത് ഫീൽ ചെയ്യുന്നു? എന്ത് ഫീൽ ചെയ്യുന്നു? എന്ത് പറ്റി? പൊങ്ങാൻ പറ്റുന്നില്ലേ? ഒന്ന് നോക്കിയാൽ ശ്രമിച്ചു നോക്കിയാൽ പറ്റുമായിരിക്കും. ഇല്ലല്ലേ? നിറയ്ക്കുന്ന തണുപ്പുണ്ടോ? ഇല്ലേ? ചെറിയ തണുപ്പാ കാലിന്. ആരും എഴുന്നേപ്പിക്കും ഇതിൽ. ആർക്കാദ്യം എഴുന്നേക്കണം? ആർക്കാദ്യം എഴുന്നേക്കണ്ടേ? പറഞ്ഞോ. കൈ മാത്രം വന്നിട്ടുള്ള ആർക്കാ എഴുന്നേക്കണ്ടേ? ആദ്യം പറ. അത്തി പറ. ആർക്കാ എഴുന്നേക്കണ്ടേ? ആർക്കാ? ഇപ്പം ഒരാൾക്ക് അവസരമുള്ളു. എന്ത് ചെയ്യും? കേട്ടില്ല. എന്ത് ചെയ്യും? നമുക്ക് മെഴുകി കത്തിച്ച് ഒഴിച്ചല്ലേ കയ്യിൽ. കണ്ണമ്മൻ്റെ കരുത്തിച്ചുകൊണ്ട് വേടാ. നമുക്ക് മെഴുകി കത്തിച്ച് കയ്യിൽ ഒഴിക്കാം. എന്ത് ചെയ്യും? കൈ അനക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യും? ക്രൂര പ്രവർത്തികൾ. എന്ത് ചെയ്യും? എന്നോടെ കിടന്നോ. പോയേക്കാം. എനിക്ക് എഴുന്നേക്കാൻ പറ്റും. എനിക്കൊക്കെ എഴുന്നേക്കാൻ പറ്റും. ഞാനൊക്കെ ചുമ്മാ കിടക്കുമായിരുന്നു. എഴുന്നേറ്റു. വൈഷ്ണവി പെടലി ഒരു നടക്കാൻ കോമലായി. വൈഷ്ണവി എന്തൊക്കെ ഉണ്ട് ചേട്ടാ? കല്യാണം ചോദിച്ചു പോയി. എഴുന്നേക്കാൻ പറ്റും. അത് കിടന്നു
കാരണം വേദന എടുക്കും പൊക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വേദന എടുക്കും അല്ലേ? പറ്റൂടാ, എഴുന്നേക്കടാ കണ്ണൻ മോന്. കൈ വിറയ്ക്കുന്ന ഞാൻ ഇവിടെ ഒന്ന് തട്ടിയാൽ മതി, അപ്പോൾ എഴുന്നേക്കാൻ പറ്റും ഈസി ആയിട്ട്. പതുക്കെ കാലും മടക്കി എഴുന്നേറ്റ്. പതുക്കെ ഇപ്പോൾ എഴുന്നേറ്റാ? വിശാലേ എന്താണ് കണ്ണൻ ഇത്? നിന്നെ പ്രയാതോ തറയില്? ആത്മാവാണോ? ആത്മാവിനിട്ടിട്ടാണോ നീ എഴുന്നേറ്റ്? പിടിക്കാം ശേലേ എഴുന്നേക്കടാ. ഇതെന്തുവാടാ ഇതെന്തുവാ ഇത്? ഐഷ്ടവി ഉമ്പാക്കേ എഴുന്നേക്കുമ്പം കാണാം, ആത്മാവിനെ കാണാം. നാളെ ഉമ്പാക്ക പിടിച്ചതാ കഴുത്തിന്. വിശാലേ എന്തുണ്ട് വിശേഷം? കുഴപ്പമില്ലേ? സ്മെല്ല് ചെയ്താ പൂവിൻ്റെ? ഏത് പൂവായിരുന്നു? ആരതിക്ക് സ്മെല്ല് കിട്ടിയായിരുന്നു? എന്തിൻ്റെ റോസിൻ്റെ മണം. താഴെ ഒട്ടിയിരുന്നപ്പോൾ എന്താ ഫീൽ ചെയ്ത്? തോന്നുന്നില്ല. വൈഷ്ണവടി ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു? വൈഷ്ണവി ഉമ്പാക്കെ ഞാൻ പറഞ്ഞില്ലേ? രസമല്ലേ അങ്ങനെ കിടത്തിട്ട് മെഴുകുതിരിയൊക്കെ കൊണ്ടുപോയിക്കാം. എന്ത് ചെയ്യാൻ പറ്റും?